അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെങ്ങനെയാണ് വാട്സപ്പ് യൂസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പഠിച്ചു, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പഠിച്ചു, മെറ്റാ ബിസിനസ് സൂട്ട് വെച്ചിട്ട് എങ്ങനെയാണെന്ന് പഠിച്ചു. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് ശേഷം അടിയിലുള്ള ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അഡ്വർടൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ ആഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതിൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ പേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കാം, കാറ്റലോഗ് ചെയ്യാം, പിന്നെ നോർമലായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതേപോലെ തന്നെ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം, സ്റ്റാറ്റസിനെ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സോ ഇങ്ങനെ ജനറിക്കായിട്ട് കാറ്റലോഗിനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം കാണിച്ചു തരുന്നത്. സോ കാറ്റലോഗ് എടുത്തു. കാറ്റലോഗ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റലോഗ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാറ്റലോഗ് എടുക്കുക, സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട ടെംപ്ലേറ്റിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ ടെംപ്ലേറ്റ്സിനുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല വൃത്തിയുള്ള അലൈൻമെന്റ് നമുക്ക് കിട്ടും. അതിൻ്റെ മേലെ റൈറ്റ് സൈഡിൽ ഒരു തീമിൻ്റെ കളറൊക്കെ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണ്ടിൻ്റെ കളറും അതേപോലെ ഓരോരോ സെക്ഷൻ്റെ കളറും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡ്രോപ്പ് ഇതൊക്കെ പറഞ്ഞിട്ട് അടിയിൽ കാണാനല്ലേ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഇതാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് വേണ്ടി വെച്ചാൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ കാറ്റലോഗിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റർ എടുത്ത്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ എടുത്ത് ആ പോസ്റ്ററിനെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡണ്ണ് കൊടുക്കുന്നു. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം കേട്ടോ. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരിക എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ആസ് യൂഷ്വൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്ന പോലെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ടിട്ട് ചെയ്യുന്നത്. നമ്മൾ അതിന് മുന്നേ തന്നെ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു പ്രൊഫൈലിന്റെ ആവശ്യകത മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും മുന്നേ തന്നെ നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ആ സെയിം പ്രൊഫൈൽ, അതായത് കലേഷ് ബിസ് പേജ് എന്ന് പറയുന്ന അതേ പ്രൊഫൈൽ തന്നെ യൂസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ആ ഒരു പ്രൊഫൈൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ യൂസറിനെ ലോഗിൻ ചെയ്യാത്ത അക്കൗണ്ട് ആണെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അല്ലെങ്കിൽ കൺഫർമേഷൻ മെസ്സേജ് വരും. നമ്മൾ കൺഫേം കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോഗ്രഫി, അതായത് ഓഡിയൻസിനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ വരുന്നത്. ഡിഫോൾട്ട് ആയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ലൊക്കേഷൻ ആയിരിക്കും എടുക്കുക. നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് ഓൾ കേരള വേണമെങ്കിൽ കൊടുക്കാം. വേൾഡിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിൽ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് നമ്മൾ പ്രീവിയസ്ലി മറ്റേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡെമോഗ്രഫീസ് ആണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതുപോലെ തന്നെ സ്പെഷ്യൽ ആഡ് കാറ്റഗറി ആണെങ്കിൽ ഏറ്റവും അടിയിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും കേട്ടോ. അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ ഒരു കസ്റ്റം ആയിട്ടുള്ളൊരു ഇത് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ റീജിയൻ ആയിട്ട് കണ്ടോ, കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ലോക്കലായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനും ഇതിനുള്ള അവൈലബിൾ ആണ്. നമ്മുടെ ഇൻട്രസ്റ്റും നമുക്ക് ഇവിടെ എക്സ്ട്രാ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ തപ്പ കൊടുക്കുക, ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറേ ഓപ്ഷൻസും അവൈലബിൾ ആയി കിട്ടും. അതായത് ആ സെർച്ചിൽ നിന്ന് കിട്ടും. സെയിം നമ്മുടെ ഏതിൽ ചെയ്യുന്ന പോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചെയ്യുന്ന പോലെ തന്നെ ഡെമോഗ്രഫീസ് എല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഡെമോഗ്രഫീസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഏജ് ഗ്രൂപ്പും കൊടുക്കാം. അതുപോലെ തന്നെ ജെൻഡറിനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം, മെയിലോ ഫീമെയിലോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇട്ടടിയിൽ കണ്ടില്ലേ ഡിഫോൾട്ട് ആയിട്ടുള്ള കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ആ ഒരു പുതിയ ഡെമോഗ്രഫി സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ബഡ്ജറ്റിംഗ് ആണ് വരുന്നത്. നമുക്ക് ബഡ്ജറ്റ് കൂട്ടിയിടാനും കുറച്ചിടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഡിപ്പെൻസ് അപ്പോൺ എത്രയാണ് ബഡ്ജറ്റ് നോക്കിയിട്ട് ഇടുക. അതേപോലെ ഡ്യൂറേഷൻ എത്ര വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. ഈ ബഡ്ജറ്റും ഡ്യൂറേഷനും അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മുടെ അടിയിൽ എത്ര രൂപയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ വരിക. അപ്പോൾ ജനറിക് ആയിട്ടൊരു റിവ്യൂ കിട്ടും നമുക്ക് മൊത്തം ആഡിന്റെ ഡീറ്റെയിൽസ് ആയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വെച്ചാൽ അത് ആഡ് ചെയ്യാം. അത് UPI ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് UPI യൂസ് ചെയ്തിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിലുള്ള പോലെ തന്നെ എല്ലാ മോഡ് ഓഫ് പേയ്മെന്റ് ഫീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ ജനറിക് ആയിട്ട് വാട്സപ്പിൽ ഒരു ആഡ് ഇടാന്ന് പറഞ്ഞാൽ. ഇത് എവിടെയൊക്കെയാണ് കാണുക എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മെറ്റയുടെ എല്ലാ സർവീസസിലും ഈ അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് മെറ്റാസ്യൂട്ടിൽ പോയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അതല്ല, മെറ്റയുടെ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ വാട്സപ്പ് ബിസിനസ് ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വാട്സപ്പ് മാത്രം മതി അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതിന്റെ പ്രിവ്യൂസ് എല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഞാൻ നേരത്തെ നമ്മൾ വരണേക്കാൻ മുന്നേ തന്നെ ഇതിൽ പ്രിവ്യൂ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇത് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് ആഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇടയിൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ബാക്ക് അടിക്കുകയാണ്. ഇതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസും നിങ്ങൾക്ക് മാറി മാറി നോക്കാം. അപ്ലോഡ് ഫോട്ടോ ഓർ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ടേക്ക് ന്യൂ വീഡിയോ ഓർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്.
അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അബൌട്ട് ആഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാത്തിനും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അത് മസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് കൊടുക്കണം. അത് അതിലിപ്പോൾ കണ്ടല്ലോ, ക്ലിയർ ഇമേജ് എപ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ കണ്ടുല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ അതിന് തൊട്ടടിയിൽ മാനേജ് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന ക്യാമ്പയിൻസും നമ്മൾ ചെയ്ത ക്യാമ്പയിന്റെയും എല്ലാത്തിന്റെയും ഒരു ഡാഷ്ബോർഡാണ് ഈ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ കാണാൻ പറ്റുക. അപ്പോൾ റണ്ണിങ് ആയിരിക്കുന്ന ആഡിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ആഡിന്റെ റീച്ച്, ക്ലിക്ക്, അങ്ങനെ കംപ്ലീറ്റ് ഒരു പെർഫോമൻസ് ഡാഷ്ബോർഡ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, അപ്പൊ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിന്റെ പെർഫോമൻസ് ആഡ്സ് ആണ് ഇപ്പൊ കാണിക്കണേ. 9 കൺവേർസേഷൻ നടന്നു, പിന്നെ 1512 പേർക്ക് റീച്ച് ആയി. അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാൻ പറ്റും. ഇവിടെ പോയാലും ക്രിയേറ്റ് ആൻ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ ആയിട്ട് പറയാ വെച്ചാൽ ഇത്രയേ ഉള്ളൂ വാട്സപ്പ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്.